Hi, hello everyone. Welcome to yet another episode of Story Series. Episode 5 The Fading Shadow. നിഴൽ മായുന്ന വഴി. 50കളിൽ എത്തിയ ഒരാളാണ് അബി. തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പലതും മറന്നുപോകുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അയാൾ. അബിയുടെ ഭാര്യയാണ് സ്നേഹ. അദ്ദേഹത്തിൻ്റെ നിശബ്ദതയെ സ്നേഹത്തോടെ മനസ്സിലാക്കുന്നവൾ. പുലർച്ചെ 5:30 സമയം. ജനാലയിലൂടെ മങ്ങിയ വെളിച്ചം വീടിനുള്ളിലേക്ക് വരുന്നു. അഭിമുറിയുടെ നടുവിൽ പകച്ചു നിൽക്കുകയാണ്. ചുവരിലെ ഫോട്ടോകളിലേക്ക് അയാൾ സൂക്ഷിച്ചു നോക്കുന്നു. പഴയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ വിരൽ തൊടുന്നു. സ്നേഹ ചായയുമായി അവിടേക്ക് വരുന്നു. അബി, കുറെ നേരമായല്ലോ എഴുന്നേറ്റിട്ട്, ഇവിടെ എന്ത് നോക്കി നിൽക്കുകയാണ്? സ്നേഹ, ഈ ഫോട്ടോ, ഇതിൽ ചിരിച്ചു നിൽക്കുന്ന ആൾ, അത് ഞാനാണോ? ഈ വീട്, ഈ ഫർണിച്ചറുകൾ എല്ലാം എനിക്ക് എവിടെയോ കണ്ടു പരിചയമുള്ളതുപോലെ തോന്നുന്നു. പക്ഷേ ഇത് എൻ്റേതാണെന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഉള്ളിലെ ഓരോ കവാടങ്ങളും ആരോ അടച്ചു പൂട്ടുന്നത് പോലെ. സ്നേഹ ചായ മേശപ്പുറത്ത് വെച്ച് ആദിയുടെ കൈപിടിക്കുന്നു. സാരമില്ല ബി, നീ ഒന്നും ഓർക്കാൻ ശ്രമിക്കണ്ട. ഈ ചായ കുടിക്കൂ. ഇതിൻ്റെ മണം നിനക്ക് പരിചിതമല്ലേ? ആ മണം മാത്രം മതി ഇപ്പോൾ. ബാക്കിയെല്ലാം പതുക്കെ വന്നോളും. ഇല്ല സ്നേഹ, ഓരോ ദിവസവും ഞാൻ എന്നിൽ നിന്ന് തന്നെ അകന്നു പോവുകയാണ്. എൻ്റെ പേര്, എൻ്റെ ജോലി, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാം ഒരു പുഴയിലെ മണൽ പോകുന്നത് പോലെ ഒലിച്ചു പോവുകയാണ്. ഞാൻ ആരാണെന്ന് പോലും മറന്നുപോയാൽ നീ എന്നെ എന്തു ചെയ്യും? നീ ആരാണെന്ന് നീ മറന്നാലും നീ ആരാണെന്ന് എനിക്കറിയാമല്ലോ. നിന്റെ ഓർമ്മകൾക്ക് പകരം എൻ്റെ ഓർമ്മകൾ മതി നമുക്ക് ജീവിക്കാൻ. സന്ധ്യാസമയമായപ്പോൾ അബിയും സ്നേഹയും കടൽ തീരത്ത് പോയി. കടൽ തീരത്തെ മണലിൽ അവർ പതുക്കെ നടന്നു. അബി അവിടെ ഒരു വട്ടം വരയ്ക്കുന്നു. നോക്കൂ സ്നേഹ, ഈ മണലിൽ ഞാനൊരു വട്ടം വരച്ചു. പക്ഷെ അടുത്ത തിരമാല വരുമ്പോൾ അത് മാഞ്ഞു പോകും. എൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. ഓരോ നിമിഷവും പുതിയ തിരമാലകൾ വന്ന് എൻ്റെ അടയാളങ്ങൾ മാച്ചു കളയുകയാണ്. ഞാൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണോ? അപ്പോൾ സ്നേഹ കടലിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. മണലിലെ വരകൾ മാഞ്ഞാലും കടൽ അവിടെ തന്നെയുണ്ടല്ലോ അബി. നിന്റെ ഓർമ്മകൾ മായുന്നത് നീ ഇല്ലാതാകുന്നതല്ല, മറിച്ച് നിന്റെ ഉള്ളിലെ ഭാരങ്ങൾ കുറയുന്നതാണ്. നമ്മൾ എത്രയോ കാര്യങ്ങൾ വെറുതെ ഓർത്ത് വിഷമിക്കുന്നു. ഇപ്പോൾ നിന്റെ ഉള്ളിൽ ഈ കടൽക്കാറ്റും സമാധാനവും മാത്രമേ ഉള്ളൂ. അതൊരു അനുഗ്രഹമല്ലേ? സ്നേഹ, ഒരു പക്ഷേ എനിക്ക് നിന്നെ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ നിമിഷം ഞാൻ ശരിക്കും ഒറ്റയ്ക്കാവില്ലേ? സ്നേഹ പുഞ്ചിരിയോടെ പറഞ്ഞു. ഒരിക്കലുമില്ല. ഓർമ്മകൾ തലച്ചോറിലല്ലേ അബി, സ്നേഹം ഹൃദയത്തിലും. നിനക്ക് എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്റെ ഹൃദയത്തിന് എൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയും. സ്നേഹത്തിന് ഓർമ്മകളുടെ സഹായം വേണ്ട. ആസ് മെമ്മറീസ് ഫേഡ്, ലവ് ഫൈൻഡ് ഇറ്റ്സ് പ്യുവറസ്റ്റ് ഫോം. നോ അഡ്രസ്സസ്, നോ ഹിസ്റ്ററി, just presence. Hope you liked the story. See you soon with yet another episode of Story Series. Thank you.